വനം വകുപ്പിൽ RRT നിയമനത്തിനായി കോഴ വാങ്ങിയതിൻ്റെ പേരിലാണ് ഇത്തരത്തിലൊരു വിഷയം ഉയർന്നു വന്നത്. സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ പക്കൽ നിന്ന് 1,10,000 രൂപ RRT നിയമനവുമായി ബന്ധപ്പെട്ട NCPയുടെ ജില്ലാ നേതാക്കൾ ഉൾപ്പെടെ പലരും വാങ്ങി എന്നുള്ള പ്രതികരണം ഈ പണം നൽകിയ പുൽപ്പള്ളി സ്വദേശിയായ അനീഷ് നമ്മളോട് പറഞ്ഞിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടാണ് NCPയുടെ ജില്ലാ പ്രസിഡന്റ് പ്രേമാനന്ദൻ അല്പം മുൻപ് നമ്മളോട് പ്രതികരിച്ചത്. ഇപ്പോൾ എന്നോടൊപ്പം NCPയുടെ സംസ്ഥാന സെക്രട്ടറി CM ശിവരാമൻ ചേരുന്നുണ്ട്. ഈ RRT നിയമനം നൽകാമെന്ന് പറഞ്ഞ് വനം വകുപ്പിൽ ജോലി നൽകാമെന്ന് പറഞ്ഞ് പണം നൽകിയ ഒരു വിഷയം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? അത് മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടോ? പാർട്ടി തലത്തിൽ അന്വേഷണം ഉണ്ടാകുമെന്ന് ജില്ലാ പ്രസിഡന്റ് പറയുന്നുണ്ട്. നിങ്ങളുടെ ന്യൂസിൽ വാർത്ത വന്നപ്പോഴാണ് നമ്മൾ ഈ വിവരം അറിയുന്നത്. അറിഞ്ഞ ഉടനെ തന്നെ സംസ്ഥാന പ്രസിഡന്റിനും അതുപോലെ മന്ത്രിയെയും വിളിച്ച് വിവരങ്ങൾ അറിയിച്ചിട്ടുണ്ട്. അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് അന്വേഷിച്ച് ശരിയാണെങ്കിൽ നടപടി സ്വീകരിക്കാനും തെറ്റാണെങ്കിൽ അതിൻ്റെ പുറകിൽ പ്രവർത്തിച്ചവരാരാണോ അവരെ പേരിൽ നടപടി സ്വീകരിക്കാനും വേണ്ടി സംസ്ഥാന നേതൃത്വത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കാരണം RRTയിൽ 1,00,000 രൂപ കൊടുത്ത് ജോലി ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു വാച്ചർക്ക് കിട്ടുന്നത് 12,000 രൂപയാണ്. ആ 12,000 രൂപ കിട്ടുന്നത് 5-6 മാസം കഴിയുമ്പോഴൊക്കെയാണ് ശമ്പളം കിട്ടുന്നത്. അതിനുവേണ്ടി 1,00,000 രൂപയൊക്കെ കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാണോ എന്നുള്ളത് അന്വേഷിക്കണം. അതിൻ്റെ പുറകിലുള്ള ഗൂഢാലോചനയും അന്വേഷിക്കണം. പണം നൽകിയതിൻ്റെ തെളിവുകളടക്കം നമ്മുടെ പക്കലുണ്ട്. ബാങ്ക് വഴി പുൽപ്പള്ളി ബാങ്കിൽ നിന്ന് 2024 50,000 രൂപ അക്കൗണ്ടിലും 15,000 രൂപ കയ്യിലും അതിൽ 5,000 രൂപ മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിന് കൊടുക്കേണ്ട കമ്മീഷനാണെന്നാണ് പണം നൽകിയ ആൾ നമ്മളോട് പറഞ്ഞു. അത് കാരണം ഇങ്ങനെ കൈക്കൂലി വാങ്ങുന്ന ഒരാൾ ബാങ്ക് അക്കൗണ്ടിൽ കൂടെ വാങ്ങുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പണമിടപാട് നടന്നു എന്നാണ് ഞാൻ വിളിച്ചു ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞ വിവരം. അതല്ല സത്യം പൈസ വാങ്ങി ജോലിക്ക് വേണ്ടിയാണെങ്കിൽ നടപടി സ്വീകരിക്കും. അവർ പറഞ്ഞിരിക്കുന്നത് ഈ പ്രശ്നം അറിഞ്ഞ ഉടനെ തന്നെ ഞാൻ അവരെ വിളിച്ചിരുന്നു, നിങ്ങളുടെ എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ എന്നറിയാൻ. അവർ പറഞ്ഞു ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പണം കൈമാറാറുണ്ട്, വാങ്ങിയിട്ടുണ്ട്. എൻ്റെ ഭാര്യയുടെ ഒരു വിദേശത്ത് പോകുന്നതിന് വേണ്ടി ഞാൻ പൈസ വാങ്ങിയിരുന്നു, 2 മാസം കഴിഞ്ഞാൽ തിരിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു. അത് കൊടുക്കാൻ കഴിഞ്ഞില്ല. ആ വിവരം അറിഞ്ഞ ചില ജില്ലാ നേതാക്കൾ, പാർട്ടിയുടെ ജില്ലാ നേതാക്കൾ ഇടപെട്ടുകൊണ്ട് സുഹൃത്തിനോടുള്ള വൈരുദ്ധ്യമുള്ള ആളുകളുണ്ട്, അവരിടപെട്ടുകൊണ്ടാണ് ചെയ്തതെന്നാണ് എന്നോട് പറഞ്ഞത്. അത് നമ്മൾ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് അവർ തെറ്റാണ് ചെയ്തതെന്നുണ്ടെങ്കിൽ തെറ്റായ നടപടി സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അവരെ പേരിൽ നടപടി സ്വീകരിക്കും. അവർ പിന്നെ പാർട്ടിയിൽ ഉണ്ടാവില്ല. ആ ഉറപ്പ് സംസ്ഥാന നേതൃത്വവും അതുപോലെ മന്ത്രിയോടും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് നടന്നിരിക്കും. കാരണം ഇതിൽ അഴിമതി നടത്താൻ അല്ല NCP ഫോറസ്റ്റിൻ്റെ ഒരു കാര്യത്തിലും അനാവശ്യമായ ഇടപെടൽ നടത്തരുത് എന്നാണ് ഞങ്ങളുടെ നിർദ്ദേശമുള്ളതും മന്ത്രിയുടെ നിർദ്ദേശമുള്ളതും. അത് ഞങ്ങൾ അംഗീകരിച്ചിട്ടുണ്ട് ഇതുവരെ. കാരണം വാച്ചർമാരെ നിയമിക്കാൻ നമ്മൾ പാർട്ടി പറയുന്നവരല്ല നിയമിക്കുക. അവർക്ക് ഫോറസ്റ്റുമാർ, റേഞ്ചർമാർ, DFOമാർ, ഫോറസ്റ്റർമാർ ഇവർ വനം വകുപ്പിൽ ഇത്തരത്തിൽ പണം വാങ്ങി നിയമനം നൽകിയതായിട്ടുള്ള നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇപ്പം നിങ്ങളുടെ ഇതിൽ വന്നതിന് ശേഷമാണ് നമ്മളെ ശ്രദ്ധയിൽപ്പെട്ടത്. നിങ്ങൾ ഈ വാർത്ത വന്നതിന് ശേഷം നമ്മളെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതിനെ സംബന്ധിച്ച് കൃത്യമായ അന്വേഷണം നടത്തും. മുകളിൽ നിന്ന് അന്വേഷണം നടത്തി നടപടികൾ സ്വീകരിക്കും.